സംസ്ഥാന ബജറ്റിൽ റബ്ബറിന് കടുത്ത അവഗണന. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തുമെന്ന കർഷകരുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായില്ല. ഇതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റബ്ബർ വില ഒരു ചർച്ചാ വിഷയമായി ഉയർന്നേക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന റബ്ബർ കർഷകർ നിരാശരായി. റബ്ബർ കൃഷിക്കോ കർഷകർക്കോ ഗുണകരമായ പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തിയതുമില്ല. റബ്ബർ കർഷകരെ പാടെ അവഗണിച്ചു. കാരണം അവർ സംഘടനത്തിലല്ല. അവിടെ ഒറ്റപ്പെട്ട ചില സംഘടനകൾ ഇതിന് ചെറിയ സമരങ്ങളൊക്കെ ചെയ്ത് മാറുന്നതല്ലാതെ റബ്ബർ കർഷകരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നൊരു ധാരണ അത് ഗവൺമെൻറ്റിന് വന്നു. പക്ഷേ എല്ലാവരും ഓർത്തത് ഇപ്പോൾ ഈ അവസാന സമയമാണ്, എന്തായാലും ഗവൺമെൻറ് ഒരു 250 രൂപയിലും ആക്കും എന്ന് വിചാരിച്ചിരുന്നു. അത് നിരാശപ്പെടുത്തി കളഞ്ഞു. 1.25 ലക്ഷം ഹെക്ടർ റബ്ബർ അൺടാപ്പഡ് തോട്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അവർ ബോർഡിന് തന്നെ കണക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വെട്ടുന്നവർക്ക് അത് കിട്ടുന്നുമില്ല. അപ്പോൾ അവർക്ക് ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഉൽപ്പാദന ചെലവ് പലതരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ മനുഷ്യന് ബുദ്ധിമുട്ട് വരും. റബ്ബർ ഷീറ്റായി വിപണിയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് വിലവർദ്ധനവിൻ്റെ ഗുണം ലഭിക്കൂ. എന്നാൽ റബ്ബറിന് 250 രൂപയെങ്കിലും വില ലഭിച്ചാൽ മാത്രമേ ഷീറ്റായി റബ്ബർ വിപണിയിൽ എത്തിക്കാനും സാധിക്കൂ. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട സഹായം ചെയ്യണം. അത് അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ദുർബലരായ കൃഷിക്കാർ അതിട്ടിട്ട് വേറെ വഴിക്ക് പോയി, കേരളത്തിൽ വഴിക്ക് പോയി എന്നുള്ളതാണ്. 250 കിട്ടിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അടിസ്ഥാനമായിട്ട് തൊഴിലാളികളില്ല. തൊഴിലാളികളെ പുറത്തുനിന്ന് കൊണ്ടുവരണം, ട്രെയിനിങ് കൊടുക്കണം, അവരെ ഇവിടെ താമസിപ്പിക്കണം, അവർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. മധ്യകേരളത്തിലെ പ്രധാന നാണ്യവിളകളിൽ ഒന്നായ റബ്ബറിനെ ബജറ്റിൽ അവഗണിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമായി മാറും. ഇവിടുത്തെ റബ്ബർ മേഖല സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുവാൻ 1 കിലോ റബ്ബർ ഷീറ്റിന് 250 രൂപ അടിസ്ഥാന വില നൽകാമെന്ന് നൽകിയ ഉറപ്പ് ഈ ബഡ്ജറ്റിലെങ്കിലും ഈ സർക്കാരിൻ്റെ അവസാന കാലത്തെങ്കിലും ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കർഷകർക്ക് കടുത്ത നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ആഭ്യന്തര വിപണിയിലെ റബ്ബർ വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് വീണ്ടും ഇറക്കുമതി വർദ്ധിക്കാൻ കാരണമാകും. സംസ്ഥാന ബജറ്റിൽ അവഗണന നേരിട്ടതോടെ ഇനി കേന്ദ്ര ബജറ്റിലാണ് റബ്ബർ കർഷകരുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം.